മകളെ റാഹത്തല്ല അവരവിടെ ഇങ്ങനെ സലാങ്ക സെറ്റല്ല ബീം ഇങ്ങനെ കെട്ടുമ്പോൾ നമ്മളിവിടെ നേരെ ബീമിൻ്റെ മാർക്കിങ് അളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്ത് നേരെ കമ്പി അളവെടുക്കാൻ വേണ്ടി മേലെ കയറിയിട്ട് തട്ടൊക്കെ കംപ്ലീറ്റ് സെറ്റാണ്. ഇന്ന് നേരെ എന്ത് ചെയ്യണം, ബീം ഫുള്ള് കെട്ടി വെക്കുക, ഉഷാറാക്കി വെക്കുക, കമ്പി ഫുള്ള് കട്ട് ചെയ്തൊക്കെ കയറ്റാൻ പറ്റുന്നിടത്തോളം കയറ്റി വെക്കുക. പിന്നെന്താ പറയുക, ഇന്ന് കൂടുതൽ ആളെ കൊടുത്തു കഴിഞ്ഞാൽ പണി നടക്കില്ല. കാരണം ഈ ബീമുകൾ സെറ്റാവാതെ എന്തുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ബീമിൻ്റെ ഒരു കളിയാണ് ഈ വീട്. ബീമിൻ്റെ കളി എന്ന് പറഞ്ഞാൽ കളി. നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ കണ്ണിയും ചെയ്യാണ്ട് കുറേ ബീമുകളൊക്കെ ഒഴിവാക്കുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒരുപാട് മുട്ടും ഷീറ്റും സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെ എന്ത് ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിച്ച് കിട്ടാം. അപ്പോൾ ആ കാണുന്ന സൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് പണി കഴിഞ്ഞാൽ സന്തോഷമായപ്പോഴാണ് ഇപ്പോൾ ഈ പണി വന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, മോശമാക്കരുത്. ഇതിനെ താങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല സെറ്റപ്പ് ആക്കിയിട്ട് ഇരുവിൻ്റെ കമ്പ്യൂട്ടർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുള്ള് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യങ്ങൾ ഇൻഷാ അല്ലാ ഫുള്ള് എന്തായും സെറ്റാവുമെന്ന് പ്രതീക്ഷിക്കണം ഇൻഷാ അല്ലാ. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ അങ്ങനെയുണ്ട് ഫുള്ള് നല്ല ഉഷാറാക്കിയിട്ട് വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ പക്ക വാട്ടർ ലെവലാണ് കേട്ടോ. നമ്മൾ നേരെ കല്ലിൻ്റെ മേലെ ഷീറ്റ് ഇട്ടാണ് അങ്ങനെ ചെയ്യണം. അങ്ങനത്തെ പരിപാടി ഒന്നും നമ്മൾ എടുത്ത് ചെയ്യുക. സ്പാന് ഫുള്ള് പക്ക വാട്ടർ ലെവലാക്കിയിട്ട് എന്തെങ്കിലും ക്ലിയർ ചെയ്തിട്ട് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഫുള്ള് അടിച്ച് വൃത്തിയാക്കി സലാങ്ക ഫുള്ള് സിമെൻറ്റ് ഇട്ട് കംപ്ലീറ്റ് ഭാഗം സിമെൻറ്റ് ഇട്ട് സെറ്റാക്കി. മുട്ട് കുറച്ച് പീസുകൾ വെക്കാണ്. മുട്ടിന് പീസ് വെക്കാനെന്ന് പറഞ്ഞാൽ മുട്ട് ഇവിടെ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മുട്ടിന് ചെറിയ ചില്ലറ പണികളുണ്ട്. അതൊക്കെയാണ് ചെയ്യാൻ മാത്രമേ കേട്ടോ. ഓക്കെ.